ശ്രീമാത്രേ നമഃ. നമ്മള് ഒരു പുതിയ വിഷയമായിരിക്കുന്ന ജീവയാത്ര അതാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 9 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കാവ്യത്തിന്റെ ഒരു ചെറിയ കാവ്യമാണ്. ഈ കാവ്യത്തിന്റെ രചയിതാവ് ജ്ഞാനാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു മഹാനാണ്. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. മധുരയില് വക്കീൽ പണി ചെയ്തിരുന്ന അദ്ദേഹം അത് ഉപേക്ഷിച്ച് പിന്നീട് മണ്ണാടിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രമം സ്ഥാപിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പടി സത്സംഗങ്ങളിലൂടെയും മറ്റും പറഞ്ഞു കൊടുത്ത് ഈ ഒരു എന്താ പറയാ ഈ ഭവാബ്ദിയിൽ വീണുഴലുന്ന ആത്മാക്കൾക്ക് ഒരു മാർഗദീപമായി അവരുടെ അജ്ഞാന അവിദ്യകളെ ഇല്ലാതാക്കാൻ സഹായിച്ചുകൊണ്ട് തന്റെ ജീവിതം സാർത്ഥകമായി പ്രയോജനപ്പെടുത്തിയ ഒടുവില് മഹാസമാധി അടഞ്ഞ ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം. ശൃംഗേരി മഠത്തില് വളരെയധികം ആഭിമുഖ്യം ഉണ്ടായിരുന്നു അദ്ദേഹം. അവിടുന്ന് തന്നെയാണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം ഇവയിലെല്ലാം തന്നെ അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിലാണ് അദ്ദേഹം ശ്ലോകങ്ങൾ രചിച്ചിരുന്നത്. അപ്പൊ പൂർവാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ നാമം രാമകൃഷ്ണ സ്വാമി അയ്യർ എന്നായിരുന്നു. അപ്പൊ സന്യാസ ദീക്ഷയ്ക്ക് ശേഷമാണ് അദ്ദേഹം ജ്ഞാനാനന്ദ ഭാരതി എന്നുള്ള പേര് സ്വീകരിച്ചത്. ഇദ്ദേഹം ബ്രഹ്മനിഷ്ഠനും ശാസ്ത്രങ്ങളിൽ അതീവ ജ്ഞാനമുള്ള ഒരു മഹാനായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് എന്താണ് ഈ ജീവയാത്ര എന്ന് പറഞ്ഞ ഈ പുസ്തകം എഴുതാൻ കാരണം, ഈ ഒരു 9 ശ്ലോകങ്ങൾ എഴുതാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് അദ്ദേഹം പറയുന്നത് സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകം അദ്ദേഹം വായിച്ചു. അപ്പൊ അതുപോലെ ഒരു പുസ്തകം സംസ്കൃതത്തിൽ എഴുതണം എന്നൊരു ആഗ്രഹത്തിന്റെ ഫലമായിട്ട് എഴുതിയ ഒരു വിശിഷ്ട കൃതിയാണ് ജീവയാത്ര എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ സ്പിരിച്വൽ ജേർണി ക്രിസ്ത്യൻ കൾച്ചറിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി നമ്മുടെ ശാസ്ത്രങ്ങള് ഇതിലും വളരെ പുരാതനമായിരിക്കുന്ന നമ്മുടെ ശാസ്ത്രങ്ങളില് ഇതിലും ഭംഗിയായിട്ട് ഒരു ജീവന്റെ ആധ്യാത്മിക യാത്രയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നല്ലോ, എന്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഒന്ന് എഴുതിക്കൂടാ? അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ഹിന്ദു ധർമ്മികൾക്ക് വേണ്ടി എഴുതിയ 9 ശ്ലോകങ്ങൾ അടങ്ങിയ ചെറിയ ഒരു പുസ്തകമാണ് ജീവയാത്ര എന്ന് പറയുന്നത്. സാധാരണ വ്യക്തികൾക്ക് വേണ്ടി എഴുതിയതല്ലിത്. മുമുക്ഷുത്വം ആഗ്രഹിക്കുന്ന ഒരു ജീവന് അനേക ജന്മത്തെ മനുഷ്യ ശരീരങ്ങൾക്ക് ശേഷം, ശരീരങ്ങൾ എടുത്തതിന് ശേഷം വളരെയധികം അറിവുകൾ കൊടുക്കുന്നതാണ് ഈ 9 ശ്ലോകങ്ങൾ. എന്താണ് ജീവയാത്ര? അപ്പൊ നമ്മൾ ജീവന്റെ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, മരണത്തിന് ശേഷം ജീവൻ എവിടെയൊക്കെ പോകുന്നു? ഊർധ്വലോകങ്ങളാണോ അധോലോകങ്ങളാണോ, അല്ലെ? പുണ്യപാപങ്ങൾക്കനുസരിച്ച് സ്വർഗാദികളായിട്ടുള്ള ഊർധ്വലോകങ്ങളിലാണോ, അതോ പാപം എന്ന് പറയുന്ന ആ ഒരു പാതാള ആതല വിതല സുതല പാതാളത്തിലേക്കാണോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലെ? കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ അങ്ങനെ പറയുന്നു. പുണ്യം ചെയ്തവര് സ്വർഗത്തിലേക്കും പാപം ചെയ്തവര് നരകത്തിലേക്കും പോകും. പുണ്യപാപങ്ങള് എന്താ പറയാ ഒരേപോലെ ആകുമ്പോൾ മാത്രമേ വീണ്ടും മനുഷ്യജന്മം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മള് ഗരുഡ പുരാണം തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളെ ഈവൻ വേദത്തിൽ വരെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മരണത്തിന് ശേഷമുള്ള യാത്രയായിരിക്കും. ഇത് മരണത്തിന് ശേഷമുള്ള ഒരു യാത്രയല്ല. കാരണം ജീവയാത്ര എന്ന് പറഞ്ഞാല് ശരീരമാകുന്ന ഈ ഒരു ഉപാധിയിലിരുന്ന് യാത്ര ചെയ്യുന്ന ജീവൻ, ആ ജീവന്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം എങ്ങനെ നമുക്ക് എത്തിച്ചേരാം എന്നുള്ള എന്താ പറയാ, ഞാൻ പറയില്ലേ, മുമുക്ഷുക്കൾക്ക് വേണ്ടി മോക്ഷം ആഗ്രഹിക്കുന്ന തന്റെ ചതുർവിധ പുരുഷാർത്ഥങ്ങളില് ധർമാർത്ഥ കാമത്തിന് ശേഷം മോക്ഷമാണെന്ന് എപ്പോ നമുക്ക് തിരിച്ചറിയുന്നോ അപ്പോഴാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് മുമുക്ഷത്വത്തിലേക്ക്, അല്ലെ? മോക്ഷം വേണം, അപ്പോഴേ നമുക്കിത് അറിയുള്ളൂ, അതുവരെ അറിയില്ല. അതിനുശേഷം ആ ജീവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിനുള്ള അറിവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മുടെ എന്താ പറയാ ശാസ്ത്രങ്ങളെ എല്ലാം ബേസ് ചെയ്തിട്ട്, വേദ ഉപനിഷത്തുകളെ ബേസ് ചെയ്തിട്ട് അതിനെ കാച്ചി കുറുക്കിയെടുത്ത അതിന്റെ സാരമായിരിക്കുന്ന 9 ശ്ലോകങ്ങളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ്, നമുക്ക് ശ്ലോകങ്ങളെ പഠിക്കുന്നതിന് പകരം അതിന്റെ സത്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു യാത്ര എന്നാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? യാത്ര, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുവാനുള്ള ഒരു ശ്രമം, അല്ലെ? നമ്മൾ യാത്ര ഒരിടത്ത് ഒരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് യാത്ര എന്ന് പറയില്ല. എന്താ പറയുക? നമ്മൾ അവിടെ താമസമാണ്, ആ ഗൃഹത്തിൽ വസിക്കുന്നു. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം.
പ്രധാനപ്പെട്ട് നമ്മളൊരു തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ സിറ്റിക്കകത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ യാത്ര എന്നൊന്നും പറയാറില്ല, ഒന്ന് പോയി വന്നു, പെട്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പോയി വന്നു. പക്ഷെ കുറച്ച് ദീർഘദൂരം സഞ്ചരിച്ച് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് വേറൊരു സ്ഥലത്താണ്, ഒരു 2-3 മണിക്കൂർ എടുക്കും, ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു 10-12 മണിക്കൂർ എടുക്കും അവിടെ എത്തിച്ചേരാൻ. എങ്കിലും നമ്മൾ പറയും നമ്മളൊരു യാത്ര പോവുകയാണ്, അല്ലെ, എനിക്ക് അവിടെ എത്തിച്ചേരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഫിസിക്കലി നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു വാഹനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ക്രിയയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്, ആ ഒരു ശ്രമം. അപ്പൊ അഥവാ നമ്മൾ യാത്രയ്ക്ക് എന്താ പറയുന്നത്, ജേണി എന്നാ പറയുന്നത്, അല്ലെ, ജേണി. യാത്ര എന്നാൽ ശരിക്കുമുള്ള അർത്ഥം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇച്ഛാശക്തി ഉപയോഗിച്ച്, അതായത് ഇച്ഛാശക്തിയെ ഉയർത്തി. നമുക്ക് ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, ഇച്ഛാശക്തിയാണ്, അല്ലെ. ആ ഇച്ഛാശക്തിയെ ഉയർത്തിക്കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം യാത്ര എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മള് എന്താ പറയാ, എത്രേന ത്രായതേ ഇതി യാത്ര, നമ്മെ രക്ഷിക്കുന്നത്, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ, ഉയർച്ച ചെയ്യുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് എന്തോ അത് യാത്ര. ഇപ്പൊ തീർത്ഥയാത്ര നമുക്ക് എടുക്കാം. തീർത്ഥയാത്ര എന്നാൽ പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടില് എവിടെയൊക്കെയാണോ തീർത്ഥങ്ങളുണ്ടോ അവിടെയൊക്കെ അവിടുത്തെ തീർത്ഥങ്ങളില് എല്ലാം സ്നാനം ചെയ്ത് എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം തന്റെ സൂക്ഷ്മ ശരീരത്തെ വിട്ടു പോകണം, അതിൽ നിന്ന് വിടുതൽ ലഭിക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് അനുഷ്ഠിക്കുന്ന കർമ്മമാണ് തീർത്ഥയാത്ര, അല്ലെ. തീർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥലങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പോ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കണം, അതിൽ ഇൻവോൾവ് ആണ്, അല്ലെ. ചുമ്മാ യാത്ര പോകാൻ പറ്റില്ല. അപ്പോ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ എന്താ പറയാ, ഇപ്പൊ സാധാരണ യാത്രയ്ക്ക് പോലും നമ്മൾ എന്താ വേണ്ടത്, നേരത്തെ അത് പ്ലാൻ ചെയ്യണം, അതിന്റെ ടൈം നോക്കണം, എന്തില് പോണെന്ന് നിശ്ചയിക്കണം. അപ്പൊ അതിനുള്ള വാഹനം എന്താണെന്ന് അറിയണം, അതിന് എത്ര ദിവസം അവിടെ തങ്ങുന്നു, അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കണം. പിന്നെ ഈ വീട്ടിലിരിക്കുന്ന പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല, ഓൺ ദ വേ കാണില്ല, അതെല്ലാം സഹിക്കാൻ തയ്യാറാണ്. അതാണ് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാവണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ, അവിടെ പോവുക എന്നുള്ളതാണ്, പോയി വരിക. അപ്പൊ നമ്മൾ ഈ ഒരു കഷ്ടപ്പാടുകളെയൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കാരണം ലക്ഷ്യം ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇന്ന സ്ഥലത്ത് എനിക്ക് എത്തണം. അപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും, ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. എല്ലാവരും അങ്ങനെയാണ്, സാധാരണ യാത്രകളെല്ലാം തന്നെ. ഈവൻ തീർത്ഥയാത്ര അല്ലെങ്കിൽ പോലും ഇവിടുന്ന് നമ്മുടെ മക്കളെ കാണാൻ ഒരു സ്ഥലത്ത് പോകണു, ഇല്ലെങ്കിൽ ഇവിടുന്ന് വേറൊരു എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുന്നു, എന്തിനെങ്കിലും ആവട്ടെ, യാത്രയ്ക്ക് ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചില ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ ചില ത്യാഗങ്ങൾ ചെയ്യണം, അല്ലെ. അപ്പൊ നമ്മുടെ ജനന മരണമാകുന്ന ചക്രത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തെ, ആ ഒരു ശ്രമത്തെ നമുക്ക് യാത്ര എന്ന് പറയാം. അപ്പോ ഈ എന്താ പറയാ, ശരീരം കിട്ടാനൊരു കാരണമുണ്ട്, നമ്മളെല്ലാം കാര്യങ്ങളാണ്, അല്ലെ. ഇനി ഇതിലോട്ട് ഈ ചക്രത്തിൽ വരാതെ ഈ ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരാം, അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും. അപ്പോ ആ ഒരു യാത്ര ചെറിയ യാത്രയല്ല. ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം അതിന് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോ ഭക്ഷണം കിട്ടില്ല, ചിലപ്പോ ശരീരത്തിന് വേദനകളൊക്കെ അനുഭവപ്പെടാം. എന്നാലും അത് അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ലക്ഷ്യം എന്തായിരിക്കും, തന്റെ പാപങ്ങള് കളയണം, പുണ്യം സമ്പാദിക്കണം എന്ന് മാത്രമായിരിക്കും ഉദ്ദേശം. അപ്പോൾ അതിൽ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അല്ലെ. ഏത് കാര്യവും നമുക്കത് വേണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിലെ ക്ലേശങ്ങൾ നമ്മൾ പറയാറില്ല, അല്ലെ. അപ്പോ ഒരു ആഗ്രഹം പ്രബലമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടും മനുഷ്യൻ സഹിക്കാൻ തയ്യാറാകും. അപ്പൊ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ മറികടക്കാൻ തയ്യാറാവുകയും ചെയ്യും, അല്ലെ. അപ്പൊ വ്യാവഹാരിക തലത്തില് വിജയം നേടിയ ആരുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഇത് നമുക്ക് പ്രകടമായിട്ട് കാണാം. കാരണം ഇന്നിപ്പോ വ്യാവഹാരിക തലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തില് പലതും നേടാൻ വേണ്ടി പലരും പ്രാക്ടീസ് ചെയ്തിട്ട് അത് നേടുന്നുണ്ട്. ഒളിമ്പിക്സിൽ പോവുക, അല്ലെ, നമുക്കറിയാം എത്ര കാലത്തെ പ്രാക്ടീസ്, അതിലൊരു വിജയം കിട്ടുന്ന ഒരു ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടാൻ പോലും അനേക മാസങ്ങളിലെ പ്രാക്ടീസ് വേണം, അല്ലെ. ഇല്ലെങ്കിൽ ഒരു ഹിമാലയ യാത്ര തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ സമാഹരിക്കണം, എത്ര പ്രാക്ടീസ് വേണം, ഷൂസ് വേണം, നമുക്ക് അവിടെ ചെന്ന ഓക്സിജൻ കിട്ടുമോ, എല്ലാ കാര്യവും നേരത്തെ അറിഞ്ഞിട്ട്
അതീവ ക്ലേശങ്ങളാണ് നമുക്കറിയാം. എങ്കിലും എനിക്ക് അവിടെ പോണം, എനിക്കത് കിട്ടണമെന്ന് വന്നു കഴിഞ്ഞാല് അത് അനുഭവിച്ചിട്ടായിരിക്കും ആ വ്യക്തി അത് നേടുന്നത്, അല്ലെ? അത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആശ നിറവേറാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള പ്രയത്നം, തപസ് ആവശ്യമാണ്. വെറുതെ ഇരുന്ന് സമയം കളയുന്നവര് ജീവിതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഒന്നും നേടാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ബെഡ് ഓഫ് റോസസ് അല്ലാന്ന് അർത്ഥം. കാരണം എന്താ? സുഖദുഃഖങ്ങൾ വരുന്നു, നമുക്ക് അതിനുവേണ്ടി കുറച്ച് അമ്പല ദർശനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് എന്തോ നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ വളരെയധികം ഇപ്പൊ നമ്മള് പ്രാപഞ്ചിക ജീവിതത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരാളെ എന്താ പറയാ അനുമോദിക്കുന്നു, അവർക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, അവര് ഭയങ്കര മിടുക്കരാണെന്ന് പറയണമെങ്കിൽ വളരെ മാസത്തെ തപസ്സും പ്രയത്നവും അതിന്റെ പുറകിലുണ്ട്. ഒന്നും ചുമ്മാ കിട്ടുന്നതല്ല, അല്ലെ? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്താ വേണ്ടത്? നമുക്ക് സമയം കളയാനില്ല. ഉള്ള സമയം നല്ലവണ്ണം പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ജീവയാത്ര എന്നാല് ഒരു മനുഷ്യ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഈ ശക്തിയെ, അതായത് അതിന്റെ പ്രകടനത്തെ ഏതിലാണെങ്കിലും ഈ ജീവശക്തി മൃഗങ്ങളിലെ പക്ഷികളിലെ എല്ലാം തന്നെ അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ജീവൻ നമ്മള് ജീവ ജീവ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഈ എല്ലാത്തിലും പ്രകടമാകുന്ന ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ആ മനുഷ്യ ശരീരത്തെ അല്ലെങ്കിൽ മൃഗശരീരത്തെ അല്ലെങ്കിൽ പക്ഷിയുടെ ശരീരത്തെ മീനിന്റെ ശരീരത്തെ എന്തിനെയാണെങ്കിലും പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജം, ദാറ്റ് ഇസ് എൻ എനർജി. അപ്പൊ ആ എനർജിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ഇത് ഓരോ ശരീരം എടുക്കുന്നു. ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ശരീരം അല്ല നമുക്ക് കിട്ടുന്നത്, ജീവനാണ്. ഈ ജീവനാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ശരീരം വേണം എന്ന്. അപ്പൊ ആ ജീവന് ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? അനുകൂലമായിരിക്കുന്ന ഘടകങ്ങൾ വേണം. എനിക്കിപ്പോ പക്ഷിയുടെ ശരീരം വേണ്ട, എനിക്ക് മൃഗം മതി എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അതിന് ചില എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കാൻ പ്രകൃതി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ അവിടെ ഉണ്ട്. അപ്പോ ഓരോ ശരീരവും എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ജീവന് ഇരുന്ന ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്തിട്ട് ഉപേക്ഷിക്കാനുള്ളതാണത്. അപ്പോ അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ജീവൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോ ഈ ഒരു ശരീരം എടുക്കുന്നത് ഒരു പ്രത്യേകിച്ചുള്ള കർമ്മങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി പോണം. ഇത് ഒരു വ്യക്തമായിട്ടുള്ള ഇപ്പൊ നമ്മള് ഒരു തിയറി ഓഫ് എവല്യൂഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആദ്യം എന്താ വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലും കരയിലും, കരയിൽ നിന്ന് എന്താ പറയാ ഒരു പറക്കുന്നതിലോട്ട് പോയി, പറക്കുന്ന പിന്നെ 4 കാലുള്ള ജീവി, അതിൽ നിന്ന് 2 കാലുള്ളത്, ഇങ്ങനെ 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 ആ ഒരു ഓരോ ജന്മം എടുക്കുമ്പോഴും ഈവൻ മനുഷ്യ ജന്മം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഓരോ കർമ്മങ്ങള് വിധി വിഹിതമായിട്ട് അനുഭവിച്ച് തീർക്കാനാണ് നമ്മൾ ഈശ്വരൻ കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? ആ ജീവൻ ആ ശരീരത്തെ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗം കഴിഞ്ഞാല് അത് ഉപേക്ഷിക്കും. സമയമാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് കർമ്മബന്ധനങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ, ബസ്, കാറ് തുടങ്ങിയ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് വെക്കൂ. അപ്പോ അത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പേരെന്താ? അപ്പൊ അതൊരു ജഡശക്തിയാണ്. അതിനകത്ത് പെട്രോൾ ഒഴിച്ച് അത് ഓടിക്കുന്നു, അല്ലെ? ഫ്ലൈറ്റ്, ട്രെയിന്, ബസ് എന്നൊക്കെ നമ്മൾ അതിന് പേര് കൊടുക്കുന്നു. എന്നാൽ ജീവൻ ഉപയോഗിക്കുന്ന ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ സാധനത്തിന്റെ പേരാണ് ശരീരം. അപ്പോ ജീവൻ ഒരു ശരീരം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. ജീവന്റെ ട്രാവലിംഗ് എന്താ മീഡിയം ഓഫ് ട്രാവൽ നടക്കുന്നത് എന്തിലൂടെയാണ്? ശരീരത്തിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ, അല്ലെ? ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് എത്രയോ ശരീരങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെ തന്നെ എത്രയോ ശരീരങ്ങൾ എടുത്തിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ ഈ മനുഷ്യ ജന്മത്തിലും ബുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ ഇനിയും ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ ശരീരങ്ങളാകുന്ന എത്ര കമ്പാർട്ട്മെന്റ്സ് എടുത്തിരിക്കണു, എത്ര എത്ര ശരീരങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നു. ആ വണ്ടി ഇടുന്ന ഗ്യാരേജുകൾ മാത്രമേ മാറുന്നുള്ളൂ, അല്ലെ? എന്താ ഗ്യാരേജ് എന്ന് പറയുന്നത്? നിർത്തിയിടുന്നത്. അപ്പൊ നമ്മള് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഭൂമിയിൽ നിർത്തിയിട്ടിരിക്കുന്നു, അല്ലെ? ഒരു പക്ഷി ആകാശത്ത്, അല്ലെ, മരത്തിൽ കൂട് കൂട്ടുന്നു. ഒരു ജലജീവി ജലത്തിൽ ജീവിക്കുന്നു. മൃഗങ്ങള് കാട്ടിൽ ജീവിക്കണം. അപ്പൊ അത് എവിടെയാണ് ജീവിക്കുന്നത്? അതിന്റെ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ശരീരം എന്നാല് ശീര്യതേ ഇത് ശരീരം. അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു വസ്തുവിലല്ല നമ്മൾ ആ ജീവൻ ട്രാവൽ. നമ്മളെന്ന് ഇവിടെ പറയണ്ട, നമുക്ക് നമ്മൾ ആരാണെന്ന് നോക്കുകയാണ്. അപ്പൊ ഈ എന്താ പറയാ നശിച്ചു പോകുന്ന ആ ഒരു ജീർണിച്ചു പോകുന്ന
ആ ഇരിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരീരത്തെ ശീര്യതേ ഇത് ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നശിച്ചു പോകുന്നത് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ഇതിനു മുമ്പ് ജീവൻ ഏതൊക്കെ ശരീരത്തിൽ ഇരുന്നു എന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാ? ഇത് അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി ആരാ? മനുഷ്യ ജന്മത്തിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ജീവൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ജീവയാത്ര അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മൾ പറയാറുണ്ട് ഭാഗവതത്തില് കാലം എന്ന് പറയുന്നത് നമുക്ക് ഗണിക്കാൻ പറ്റില്ല. അനസ്യൂതം ഒഴുകുന്ന കാലപ്രവാഹത്തില് ഒരു മനുഷ്യ ജീവൻ പൊങ്ങിയും താണും ഈ പറഞ്ഞ സമുദ്രത്തിലെ തിരകൾ പോലെ അതിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ ഒരു വസ്തു പോലെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. അത് എപ്പോ നിൽക്കും, എപ്പോഴാണ് നമ്മൾ തുടക്കം ഒടുക്കം ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറയണു. അതുപോലെ നമ്മൾ എന്താ ഈ യാത്ര, ഈ ജീവയാത്ര അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മെനി ലൈഫ് ഡിഫറെന്റ് ബോഡീസ് എന്ന് മാത്രം. അനേക ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. പക്ഷെ എല്ലാ മനുഷ്യ ശരീരമാണോ? അറിയില്ല. ഡിഫറെന്റ് ബോഡീസ്. മനുഷ്യ ശരീരം എടുത്തിരിക്കാം, മൃഗശരീരം എടുത്തിരിക്കാം, പക്ഷിയുടെ ശരീരം എടുത്തിരിക്കാം അല്ലെ. ജീവയാത്ര എന്ന് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇതിനെ അവസാനിപ്പിക്കുന്നതാണ് ഇനിയുള്ള പ്രശ്നം. കാരണം നമ്മൾ യാത്ര തുടങ്ങിയത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്താണ്? നമ്മുടെ സാധാരണ യാത്രയിൽ എനിക്ക് കന്യാകുമാരി പോണം, എനിക്ക് വേറെ ഒരിടത്തും അല്ല, എന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് കന്യാകുമാരിയാണ് അല്ലെ. അവിടെ നമ്മൾ യാത്ര അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ എന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് കാശ്മീരാണ്, ഓക്കെ, അവിടെ നമ്മൾ യാത്ര പിന്നെ വേണമെങ്കിൽ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാം. അത് മനുഷ്യന്റെ ആഗ്രഹം പോലെ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ആഗ്രഹിക്കാൻ പോവാം. പക്ഷേ ഈ മനുഷ്യ ശരീരം കിട്ടിയ ജീവന് ഒരു ലക്ഷ്യമുണ്ട്. ഈ യാത്ര എനിക്ക് അവസാനിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? കാരണം ഇതിന്റെ ആ ഒരു കീ നമ്മൾ കൊടുത്തിരിക്കുന്ന, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ആ കീ ആണ്, ആ ഊർജത്തെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവന് ഒരു ഡിസിഷൻ എടുക്കാം, എനിക്ക് യാത്ര തുടരണോ വേണ്ടയോ എന്ന്. അത് നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലാണ് ആ കീ തന്നിരിക്കുന്നത്. നമ്മൾ പറയുന്നു എന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നൊക്കെ. അപ്പൊ ഈ ശാസ്ത്രം എന്താ പറയണത്? അതിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ആ രഹസ്യം അത് വളരെ രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം ഈ രഹസ്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ജന്തുക്കളെ പോലെ ജീവിക്കുന്നതെന്ന് പറയുന്നു. ശാസ്ത്രങ്ങളല്ല, സനാതന ധർമ്മം പറയാണ്. ഈ യാത്ര നിർത്താൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് അത് ഇങ്ങനെ നിർത്താനുള്ള താക്കോല് നമ്മുടെ കയ്യിലാണ്. നമ്മൾ വിചാരിക്കുന്നു എല്ലാം ഈശ്വരൻ തരുന്നു, ഈശ്വരൻ തരുന്നു അല്ലെ. നമ്മൾ പറയും സുഖദുഃഖങ്ങൾ ഈശ്വരൻ തരുന്നു, ജന്മങ്ങൾ ഈശ്വരൻ തരുന്നു, കുട്ടികളെ ഈശ്വരൻ തരുന്നു, എല്ലാം ഈശ്വരൻ ഇത് തന്നെയാണോ പണി, അവിടെ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. എന്താ, നമുക്ക് അതിന്റെ റോള്, നമ്മുടെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയണില്ല. പക്ഷെ ഈ രഹസ്യം നമ്മൾ അറിയണം. എന്താണ്? ഈ യാത്രയെ നിർത്താൻ പറ്റും, നമുക്ക് ഉറപ്പാണ്. ഇനി ഇങ്ങോട്ട് വരണ്ട ഒരു ശരീരത്തിലും ഈ ജീവൻ പ്രവേശിക്കാതെ നിത്യമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് പോകാൻ ഈ ജീവന് പറ്റും. അതിന് ഉള്ള താക്കോല് എന്റെ കയ്യില് ഈശ്വരൻ തന്നിട്ടുണ്ട്, ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. ആ രഹസ്യമൊന്ന് നമ്മൾ അറിയണം. ഇത് ശാസ്ത്രം പറയുന്നതാണ്. കാരണം അറിവ് എന്ന് പറയുന്ന ഈ ജ്ഞാനം കിട്ടിയാല് ഈ യാത്രയെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. കാരണം ഈ യാത്ര ഇതിങ്ങനെ അറിയുന്നത് തന്നെ എത്രയോ നാൾ ഇതിന്റെ പുറകെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ നിർത്താൻ പറ്റും എന്ന് നമ്മൾ അറിയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റാത്ത യാത്ര എന്നാ നമ്മുടെ വിചാരം. കർമ്മങ്ങൾ അനുഭവിക്കാൻ ജനിക്കുന്നു, വീണ്ടും കർമ്മം ചെയ്യുന്നു, ഇതൊരു വലിയ യാത്രയാണെന്ന് നമ്മൾ വിചാരിക്കണം. ഇല്ല, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ചെറിയ രഹസ്യ താക്കോല് ഈശ്വരൻ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യാത്ര ഇപ്പൊ അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം. കാരണം ഇനി ഒരു ജന്മത്തിലേക്ക് വരാതെ നോക്കാം. ശ്രദ്ധയോടുകൂടി നമ്മൾ അത് മനസ്സിലാക്കണം എന്ന് മാത്രം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് എവിടെ നിന്ന് എവിടെ പോകുന്നു എന്നറിയാം അല്ലെ. എന്നാല് ജീവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവിടെയുള്ള എല്ലാത്തിനും നമുക്ക് എന്താ പറയാ, ഭൂപടങ്ങളുണ്ട്, ഗ്ലോബ് ഉണ്ട്. നമ്മൾ നോക്കും ഇത് എവിടെയാണ്, എത്ര ഡിഗ്രിയിൽ സഞ്ചരിക്കണം, എന്തിൽ പോകണം, എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് പോകാം. അതിന് എത്ര സമയം എടുക്കും, അതിന് എത്ര ചെലവ് വരും, എല്ലാം ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഈ യാത്രയ്ക്കോ ഈ ജീവൻ എവിടെയാണ് പോണെന്ന് ആർക്കും അറിയില്ല. അതാണ് അവിടുത്തെ പ്രഹേളിക. അപ്പൊ നമ്മള് ഈ അനാദികാലമായിട്ട് ഈ സംഭവം നടന്നുകൊണ്ടേയിരിക്കണമെന്നർത്ഥം. കാരണം ഇപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ യാത്ര എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രപഞ്ചം ഉണ്ടായപ്പോൾ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാദികാലം എന്ന് പറഞ്ഞാല് ബിഗിനിങ് ലെസ് എന്നർത്ഥം. തുടക്കം അറിയില്ല. തുടക്കം അറിയാത്തതിന്റെ ഒടുക്കം അറിയാൻ പറ്റുമോ? പറ്റില്ല.
അപ്പൊ എപ്പോ തുടങ്ങിയെന്ന് അറിയില്ല ഈ യാത്ര. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ജന്മത്തിലെങ്കിലും കുറച്ച് ജാഗ്രതയായിട്ടിരുന്നാല് നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. ഇല്ലെങ്കിലോ ഇത് തുടർന്നു കൊണ്ടേയിരിക്കാം. തീരുമാനം നമ്മുടേത് മാത്രമാണ്. വേറൊരാളാണോ നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നത്? അല്ല. ഇല്ലേ? എന്റെ ശരീരത്തെ, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് തീരുമാനം. ബാക്കിയുള്ളതിലെല്ലാം ഞാന്, എന്റേത്, എനിക്കുള്ളതെന്ന് പറയുമ്പോ ഇതിന്റെ ഡിസിഷൻ എന്താണ്? നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ നമ്മൾ തീരുമാനം എടുക്കണം, ഇത് അറിയണോ വേണ്ടയോ, ഇല്ലേ? അപ്പോ ജീവിതയാത്ര എന്നാല് തമിഴില് പറയുന്ന പേരാണ് വാഴ്ക്കൈ പയനം. അപ്പൊ വാഴ്ക്കൈ, ജീവിതത്തിന്റെ പയനം എന്ന് പറഞ്ഞാൽ യാത്ര, ജീവിതയാത്ര എന്ന് പറയാം നമുക്ക്. അപ്പൊ ജീവന്റെ യാത്ര അല്ലെങ്കിൽ ജീവിതയാത്ര, അല്ലെ? ഞാൻ യാത്രയിലാണ്, ഇല്ലേ? അപ്പോ അത് ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു ഇവിടെ പെർമനന്റ് ആയിട്ട് വന്നതല്ല. നമ്മള് ആ ഒരു വഴി എവിടെ നിന്നോ വന്നു, ആ പോകുന്ന വഴിയിൽ ഭൂമിയിൽ കുറച്ചു നാള് ജീവിച്ചിരിക്കുന്നു, ഇല്ല? യാത്രികനാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമുക്കൊരു ശരീരം തന്നിരിക്കുന്നു. കാരണം ഇത് പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ പ്രപഞ്ചം പഞ്ചീകൃതമാണ്. ഭൂമി, ജല, അഗ്നി, വായു, ആകാശം ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. അതിന് തക്ക കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോ വെള്ളത്തിലിട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അഗ്നിയിൽ ജീവിക്കാൻ പറ്റില്ല, കാറ്റിൽ ജീവിക്കാൻ പറ്റില്ല. ഭൂമി തന്നെ വേണം. ഇവിടെ നമുക്ക് ഭക്ഷണമുള്ളൂ, ഇല്ലേ? വാസ്യയോഗ്യമായ സ്ഥലത്താണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ യാത്രയിലാണ്, അല്ലെ? എനിക്ക് വന്നതാണ് ഞാൻ, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഷുവറാണ്. അപ്പൊ എന്റെ എന്താ പറയാ, ആ വാഹനം എനിക്ക് കിട്ടിയിരിക്കുന്ന ഇവിടെ യാത്ര ചെയ്യാൻ ജീവൻ എന്ന് പറയുന്ന, കണ്ണിന് കാണാൻ പറ്റാത്ത ആ എനർജി എന്ന് പറയുന്ന ഫോമിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവന് കിട്ടിയിരിക്കുന്ന വാഹനം, നമ്മൾ ജീവിത യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം വേണം, നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പൊ ആ വാഹനത്തിനെയാണ് നമ്മള് ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരം എനിക്ക് കിട്ടി. ഈ ശരീരത്തിൽ വെച്ച് എനിക്ക് ഒരു ജന്മത്തിന്റെ ലക്ഷ്യം അറിഞ്ഞു. അപ്പോൾ അത് എന്താ പറയാ, അടയാൻ വേണ്ടി, അത് നേടുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? അപ്പൊ നമ്മൾ ഈ ശരീരത്തിന്റെ കണ്ടീഷൻ എങ്ങനെ ഇരിക്കണം, മനസ്സ് എങ്ങനെ വേണം, എന്തൊക്കെ വിഷമഘട്ടങ്ങൾ നമുക്ക് വരും, പിന്നെയൊക്കെ അതിനെ അതിക്രമിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടണം. ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെയാണ് ഈ 9 ശ്ലോകങ്ങളിൽ ഇദ്ദേഹം വിവരിക്കുന്നത്. ഇതെല്ലാം തന്നെ ശാസ്ത്രത്തെ, ഉപനിഷത്തുകളെയും വേദങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ബാലപാഠമാണെന്നാണ് പറയുന്നത്. കാരണം ഇത് അറിഞ്ഞുകൂടാത്തവന് മുമുക്ഷുത്വം ഒരിക്കലും കരഗതമാവില്ല. കാരണം ശാസ്ത്രങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകങ്ങളുടെ തത്വവശങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം ഈ ജഗത്തില് പിറവിയെടുത്ത എല്ലാവരും തന്നെ വ്യാവഹാരിക സുഖങ്ങളെയാണ് പരമമായ ലക്ഷ്യമായിട്ട് കരുതി ദുഃഖങ്ങളില്ലാത്ത ഒരു സുഖത്തെയാണ് കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീവിതം നയിക്കുന്നത് എന്തിനാ? സുഖമായിട്ട് ജീവിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്, അല്ലെ? പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും എല്ലാവർക്കും എന്താ ആഗ്രഹം? ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. സുഖം അവനവനെ ആശ്രയിച്ചിരിക്കും. എന്താണ് സുഖം? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അവരുടെ സുഖം, അല്ലെ? അപ്പോ ഇവിടെയുള്ള ഓരോ വസ്തുക്കളിലും സുഖത്തെ തിരയുന്ന മനുഷ്യൻ താൻ തേടുന്നത് പൂർണ്ണ സുഖം ആയിട്ടുള്ള ഈശ്വരനെ ആണെന്ന് അവർക്കറിയില്ല. കാരണം എന്താ? ഏത് സുഖവും താൽക്കാലികമാണെന്ന് ഓരോ വസ്തുവും ലഭിക്കുമ്പോൾ അതിന്റെ സുഖം ദീർഘകാലം നിൽക്കുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ടൊരു സുഖത്തെയാണ് ഓരോ മനുഷ്യനും തിരയുന്നതെന്ന് നമ്മൾ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകാം. കാരണം നമുക്കൊരു കാറിന്, നമ്മൾ വളരെ പണമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണം വേണം. വീടില്ലാതിരുന്ന സമയത്ത് വീട് വേണം, അല്ലെ? കാറില്ലാതിരുന്ന സമയത്ത് കാറ് വേണം. അതുപോലെ എൻ്റെ മക്കളെ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം, അതിൽ നമുക്ക് സുഖം കിട്ടും, ഇല്ലേ? ഓരോന്നും നമ്മുടെ ഓരോ ഘട്ടങ്ങളില് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം കിട്ടുമ്പോൾ ഒരു ആഗ്രഹം, അത് പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ സന്തോഷം. ആ സന്തോഷം അധികകാലം നിൽക്കുന്നില്ല. ഉടനെ നമുക്ക് അടുത്ത സുഖം വേണം തോന്നി, അത് നമ്മൾ അതിന്റെ പുറകെ പോയി, അത് സാധിച്ചു. അങ്ങനെ ഓരോരോ സുഖങ്ങള് വളരെ താൽക്കാലികമായിട്ട്, ഇനി വളരെ വളരെ ആഗ്രഹിച്ച് നമ്മൾ ചില കാര്യങ്ങള് ജീവിതത്തിൽ വേറൊരാൾക്കുണ്ട്, എനിക്ക് ഇത് വേണം എന്ന് പറയുന്ന ആ സുഖം തരുന്ന വസ്തു എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ ആ വസ്തു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കൂ, അത് കുറച്ചു കാലത്തേക്ക് നമുക്ക് സുഖം തരും. അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ പുതുമ നഷ്ടപ്പെടുന്നതോടുകൂടി അതിൽ നിന്ന് കിട്ടുന്ന സുഖവും പോവും. പിന്നെ നമ്മൾ അത് മറവിയിലേക്ക്, അത് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, എത്രയോ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നോക്കി അറിയാം, കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി മേടിച്ചു, അതിപ്പോ എന്താ പറയാ, വീട്ടിന്റെ ഏതെങ്കിലും മൂലയിൽ ഇല്ലെങ്കിൽ വാർഡ്രോബിൽ എവിടെയെങ്കിലും എടുത്തു വെച്ചിരിക്കുകയായിരിക്കും. കാരണം കണ്ടപ്പോ തോന്നി, ആ സുഖം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, ഒരു സുഖവും മനുഷ്യൻ
തിരയുന്ന പെർമനന്റ് ആയിട്ടുള്ള എനിക്ക് എന്നും ഇത് സുഖമാണ് എന്നുള്ള ഒരു വസ്തുവും കാണാൻ പറ്റുന്നില്ല. ആ കുറവില്ലാത്ത സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? കാരണം അതിനെയാണ് നമ്മൾ സദാ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യം. അപ്പൊ തങ്ങൾക്ക് പ്രിയമായിട്ടുള്ളത് എന്തെന്ന് അവരറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇത് എങ്ങനെ അറിയാന്ന് ചോദിച്ചാല് ഇവിടെ ജീവിച്ചവരാരും തന്നെ തങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? നമുക്കിപ്പോ ഋഷിമുനിമാരെയൊക്കെ നോക്കാം. അവരെന്താ വളരെ സന്തോഷമായിട്ട് അവരെ മാത്രമേ നമ്മളിങ്ങനെ പൂർണ്ണ തൃപ്തിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ ജന്മമെടുത്ത എല്ലാവരും തന്നെ ആ ഒരു നിത്യാനന്ദ സുഖത്തെയാണ് അന്വേഷിക്കുന്നത്. എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ് എന്നാണ് അതിന് പറയുന്നത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അറിഞ്ഞാൽ അത് വീണ്ടും 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 വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഉറപ്പുള്ള, സദാ നമ്മുടെ കൂടെയുള്ള ഒരു സന്തോഷം ഉണ്ട്. അതിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാ. പക്ഷെ നമുക്കത് അറിയില്ല എന്താണെന്ന്. ഇതാണ് എല്ലാ മനുഷ്യന്റെയും ലക്ഷ്യം. അതെങ്ങനെ ഇരിക്കും? അത് ആർക്കും അറിയില്ല അല്ലേ? അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ അറിഞ്ഞവർ പിന്നെ അതിനെ അന്വേഷിക്കാറുമില്ല. കിട്ടിക്കഴിഞ്ഞവരോ അവര് സമാധാനമായിട്ട് അല്ല ആ ഒരു സന്തോഷത്തില്, ശാന്തിയില്, മനഃശാന്തിയില് ഇതൊക്കെ അനുഭവിച്ച് അതിലങ്ങനെ ഇരിക്കുന്നത് കാണാം. അവര് പിന്നെ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല നമ്മുടെ അടുത്ത്. അവരന്വേഷിച്ച് നടന്നവരാണ്. അവർ അതിനുവേണ്ടി ക്ലേശങ്ങൾ അനുഭവിച്ചു. അവര് ഇപ്പൊ അത് കിട്ടി. അവർക്ക് പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല. അവരെങ്ങനെ ഇരിക്കുക സന്തോഷം. അവരിനി വേറെ ഒന്നിനും തിരയുന്നുമില്ല. അപ്പോ ഈ നിജ സ്വരൂപ സ്ഥിതിയിൽ ഇരിക്കണു അവര്. അതിനെയാണ് നമ്മൾ നിജ സ്വരൂപ സ്ഥിതി എന്ന് പറയുന്നത്. അത് അവനവൻ തന്നെ ശ്രമിച്ചു നേടേണ്ടതാണ്. ആർക്കും തരാൻ സാധ്യമല്ല. ഇത് അവനവന്റെ ശ്രമം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. വഴി പറഞ്ഞു തരാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഇല്ലേ? ഇപ്പൊ വിശക്കുന്നവൻ എന്താ, ആഹാരം കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അല്ല വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് വേണം, ഒരു പ്ലേറ്റിൽ കുറച്ച് ആഹാരം എടുത്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു. അതുപോലെയാണ് എനിക്ക് സുഖം വേണം സുഖം വേണം സുഖം വേണം. താൽക്കാലിക വസ്തുക്കളിൽ ഒന്നും എനിക്ക് സുഖം കിട്ടുന്നില്ല. അപ്പൊ ആ സുഖം കിട്ടുന്ന വസ്തുവിനെ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പൊ ഇതാണ് നോക്കൂ, ഇതാണ്. പക്ഷെ ഇത് എളുപ്പം കിട്ടില്ല. നമ്മളിപ്പോ ഈ ശരീരം കൊണ്ട് സഞ്ചരിച്ച് യാത്ര ചെയ്ത് എവിടെ പോയാലും ഇത് കിട്ടുന്നതല്ല. ഇത് കിട്ടാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്താ പറയാ, അത് ശ്രമിച്ചു നോക്കൂ, അത് പരീക്ഷിച്ചു നോക്കൂ. ആ സുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ചോദ്യം ചോദിക്കില്ല. ഇതാണ് എന്താ പറയാ ആചാര്യന്മാര് നമ്മളോട് പറയുന്നത്. അവര് നമുക്ക് വഴി പറഞ്ഞു തരികയാണ്. ഇനി ശാസ്ത്രങ്ങൾ തന്നെ സുഖത്തെ വിശേഷിപ്പിക്കണു. രണ്ട് തരത്തിലാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഒന്ന് വിഷയസുഖം, ഒന്ന് സ്വരൂപ സുഖം. ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് സുഖത്തിനെ. അത് എല്ലാവർക്കും അറിയില്ല. നമ്മൾ എല്ലാവർക്കും വിഷയസുഖങ്ങളെ മാത്രമേ അറിയൂ. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെന്ന് സാധാരണ പറയാറുണ്ട് അല്ലേ? ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന വിഷയങ്ങൾ, നമ്മൾ സ്റ്റാൻഡേർഡ് ഇത്ര, ഇന്ന വിഷയം സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ഇന്നൊക്കെ എഴുതാറുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി, ഒരു വളർന്ന മനുഷ്യനെ സംബന്ധിച്ച് വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത് അവന്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെ അവൻ അനുഭവിക്കുന്ന, പ്രപഞ്ചത്തെ അറിയുന്ന അതിലൂടെ കിട്ടുന്ന സുഖങ്ങളെയാണ് ഇന്ദ്രിയ സുഖങ്ങൾ, വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ സുഖം എന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ ഇന്ദ്രിയ സുഖം. രണ്ടാമത്തെ കാറ്റഗറി 95% പേർക്കും അറിയാത്ത സ്വരൂപ സുഖം. അതിന് എന്താ പറയാ ആനന്ദം, അതിന് സുഖം എന്ന് നമ്മൾ പറയില്ല. അതിന്റെ കുറച്ചുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സുഖം എന്ന് പറയുന്നത് ഇച്ചിരി താഴ്ന്നതാണ് അല്ലെ? വരും പോകും, നഷ്ടപ്പെട്ടു പോകും. ഇതോ ആനന്ദം എന്ന് പറയണം. നഷ്ടപ്പെടാത്ത ഒരു സന്തോഷം അല്ലെ? അതിന്റെ പേരാണ് ആത്മാനന്ദം. അപ്പൊ ഈ ആത്മാനന്ദം നമ്മുടെ സ്വരൂപമാണ്. ഞാനേ ആനന്ദം, വേറെ ആനന്ദം എനിക്ക് വേണ്ട. ഇതാണ് ശാസ്ത്രവിധി. അപ്പൊ ഏത് ഉപാസനയിലൂടെ, തപസ്, അഷ്ടാംഗ യോഗത്തിലൂടെയൊക്കെ ഇതിനെ അറിയാൻ സാധിക്കൂ എന്ന് നമുക്കറിയില്ല. കാരണം ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നതേ അറിയാവൂ അല്ലെ? എല്ലാവരും പറയുന്നത് ഞാൻ എന്താ പറയാ ദുഃഖ സ്വരൂപമാണ്. നമ്മൾ പറയാം ഞാൻ ജനിച്ചപ്പോ മുതൽ ദുഃഖ, അതിന് മരണം വരെ തുടരും. നമ്മളെ പറയുന്നത് എന്താ, ഞാനൊരു ദുഃഖത്തിന്റെ സ്വരൂപമാണ് അല്ലെ? ജനിച്ചപ്പോ തന്നെ ഇങ്ങനെയൊക്കെയാണ്, കുറെ വസ്തുക്കൾ ഉണ്ടായിരുന്നു, അച്ഛൻ അതെല്ലാം കളഞ്ഞു, ഇല്ലേ അമ്മ കളഞ്ഞു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്റെ ആഗ്രഹം എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു, അത് പറ്റിയില്ല, നല്ലൊരാളെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചു, അതും പറ്റിയില്ല, അച്ഛനും അമ്മയും അറേഞ്ച് മാരേജ് ചെയ്തു, അത് എന്റെ തലയെ കെട്ടിവെച്ചു, അതും എനിക്ക് സന്തോഷം തന്നില്ല. ഇപ്പൊ ഇതാ എന്താ ജീവിതത്തിൽ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇതാ ഞാന് ദുഃഖം, ഇനിയിപ്പൊ എന്താ കുറച്ച് മരണത്തെ കാത്ത് ഇങ്ങനെ കഴിയുന്ന കുറച്ച് ദിവസങ്ങൾ അല്ലെ? അപ്പൊ ജീവിതത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ട് ഒന്നുമില്ല, എന്റെ മക്കൾ എനിക്കൊന്നും സന്തോഷമായിട്ട് തരുന്നില്ല, എനിക്ക് സന്തോഷം ഒരിടത്തൊന്നും കിട്ടുന്നില്ല, ഞാനൊരു ദുഃഖിയാണ്, ഞാൻ ദുഃഖ സ്വരൂപമാണ് ഇല്ലേ? അപ്പോ അതിന് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു
എക്സ്പ്രഷൻ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ദുഃഖിക്കുന്നത് അല്ലെ. തുമ്പ വടിവം, തമിഴില് പറയും ഞാനൊരു തുമ്പ വടിവം, തുമ്പത്തിന്റെ ഒരു ദുഃഖം, എന്താ പറയുക, ദുഃഖം ഘനീഭവിച്ചതുപോലെ ഒരാളെന്ന് നമ്മൾ പറയില്ലേ. ഒരുപാട് പേരുണ്ട് ജനിക്കുമ്പോൾ മുതൽ ദാരിദ്ര്യം, ദുഃഖം, വസ്ത്രം, പാർപ്പിടം, പണം ഒന്നുമില്ല, ആഹാരത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന അനേക പേരുണ്ട്. അവർ പറയും ജീവിതം എന്തൊരു നരകാണ്, ജീവിതം ദുഃഖമാണ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ആണെങ്കിലും ആ സത്യത്തെ താക്കോല് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യം അറിയാത്തതുകൊണ്ടാണ് അവരെല്ലാരും ഇത് പറയുന്നത് അല്ലെ. ഞാൻ എന്ന ദുഃഖസ്വരൂപം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വിഷമിക്കുന്ന ഒരു സുഖസ്വരൂപമുണ്ടെന്ന് നമ്മൾ അറിയണില്ല. അപ്പൊ ദുഃഖത്തിന് ഉദാഹരണം വേണോ? എന്നെ നോക്കിയാൽ മതി. നമ്മൾ പറയാറുണ്ട് എന്നെ നോക്കൂ, എനിക്ക് എന്താ സന്തോഷം. വല്ലപ്പോഴൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ ഒന്നും എനിക്ക് പെർമനന്റ് ആയിട്ട് ഒരു സന്തോഷം ഇല്ല. ഒരു സന്തോഷം വരുമ്പം എനിക്ക് സന്തോഷിക്കാൻ പേടിയാ. എല്ലാരും ടച്ച് വുഡ് എന്നാ പറയുന്നത്. തടിയിൽ തൊട്ടിട്ട് എന്താണ് സന്തോഷം നിലനിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാരും പറയും ടച്ച് വുഡ്. കാരണം എന്താ, നമ്മൾ അതിനെ കേൾക്കുന്ന ആള് അതിലെന്തെങ്കിലും അസൂയപ്പെട്ട് അതെനിക്കിനി വരാതിരുന്നാലോ ഉടനെ തടിയിൽ തൊട്ടിട്ട് ടച്ച് വുഡ് എന്ന് പറയും. എനിക്ക് എന്താ പറയാ, ഞാന് ചെറിയ സുഖങ്ങളെ എനിക്കൊക്കെ വരാറുള്ളൂ, ബാക്കിയെല്ലാം ദുഃഖങ്ങൾ തന്നെയാണ് എന്ന് പറയാറുണ്ട് നമ്മള്. പക്ഷെ ഈ പറയുമ്പോ ചിന്തിക്കണം, നമ്മൾ ആരെയാ ഈ പറയുന്നതെന്ന് അല്ലെ. ഈ ശരീരത്തെയാണോ, മനസ്സിനെയാണോ, ഇന്ദ്രിയങ്ങളെയാണോ, നമ്മുടെ കർമ്മങ്ങളെയാണോ അല്ലെ. ശാസ്ത്രം പറയണു ഞാൻ ആനന്ദ സ്വരൂപനാണ്. നേരെ വിപരീതാണ് ശാസ്ത്രം പറയുന്നത്. തത് ത്വം അസി, നിത്യാനന്ദം, നിത്യമായിരിക്കുന്ന കുറവില്ലാത്ത ആനന്ദമാണ് എന്റെ നിജസ്വരൂപാനന്ദം. പ്രപഞ്ചത്തില് വിഷയസുഖങ്ങളുണ്ട്. മനുഷ്യ ശരീരം ഒരു ഗേറ്റ് ആണ്. എന്താ പറയുക, നിത്യാനന്ദ സുഖപദത്തെ നമ്മൾ അറിയാൻ അതാകട്ടെ സുവിമലം, അത് അഴുക്കില്ലാത്തതാണ്. നിത്യാനന്ദ പദം എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ച ഒരു സ്ഥലം അല്ല. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന് ഇച്ചിരി അഴുക്ക് പറ്റിയെന്നുള്ളതേ ഉള്ളൂ. അതോ എന്താ പറയാ, അഴുക്കില്ലാത്ത എന്താ പറയാ, നല്ല പൂർണ്ണമായിരിക്കുന്ന ജ്വലിക്കുന്ന ഒരു നല്ല ആനന്ദമായിരിക്കുന്ന ഒരു സ്ഥലം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അഴുക്കില്ല. സുവിമലം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്. അപ്പൊ എന്താണ് ഈ എന്താ പറയാ, ഈ മലത്രയങ്ങളാകുന്ന അഴുക്കുകള്. ഇപ്പൊ നമ്മളിപ്പം പറയുന്നു നമ്മൾ ഈ സുഖത്തെ അറിയാത്തത് എന്തുകൊണ്ടാ? ഈ മലത്രയങ്ങളാകുന്ന അഴുക്കുകൾ അതിനെ മറച്ചിരിക്കുകയാണ് അല്ലെ. നമ്മുടെ സുഖത്തെ, ആനന്ദത്തെ, നിത്യ ആനന്ദത്തെ അത് മറച്ചിരിക്കണു അല്ലെ. അഴുക്കുകൾ കൊണ്ട് മറഞ്ഞുപോയി. നമ്മൾ ചവറ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കിടക്കുന്ന രത്നത്തെ കാണാൻ പറ്റില്ല. അപ്പം മനസ്സിന്റെ ആവരണ വിക്ഷേപങ്ങൾ, ഇതിനെയാണ് നമ്മൾ മലങ്ങൾ എന്ന് പറയുന്നത്. ആണവ, മായിക, കാർമിക മലങ്ങൾ. ഇതാണ് സ്വരൂപത്തെ മറച്ച് സദാ മതിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയാ, മലം എന്ന് പറഞ്ഞാൽ തന്നെ വന്നു ചേരുന്ന ദുഃഖം എന്നാണ് അതിനർത്ഥം. ശരിക്കും പറഞ്ഞാല് മലം എന്ന് പറഞ്ഞാല് നമ്മളൊരു നെഗറ്റീവ് സെൻസിൽ തന്നെ എടുക്കണം. കാരണം നമ്മളെ വന്നു ചേരുന്നത് സുഖദുഃഖങ്ങളെ, സുഖത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ദുഃഖത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ദുഃഖങ്ങളെ എന്താ പറയുന്നത്? അഴുക്കുകളായിട്ട് പറയുന്നു അല്ലെ. അപ്പോ മലം എന്ന് പറഞ്ഞാല് വന്നു ചേരുന്ന ദുഃഖം. അപ്പൊ അത് സന്തോഷമായിട്ട് ഇരിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ദുഃഖങ്ങള് എന്താ പറയാ, ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു അല്ലെ. എല്ലാവരും സന്തോഷമായിട്ട് വിവാഹ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് 1 ദിവസം 2 ദിവസമേ ഉള്ളൂ. പെട്ടെന്ന് അച്ഛന് ഒരു ഹൃദയാഘാതം വന്ന് ഹോസ്പിറ്റലൈസ്ഡ്, അഡ്മിറ്റ് ചെയ്തു എന്ന് വെക്കും. എന്താ, വളരെ സന്തോഷമായിരുന്ന സമയത്ത് എന്ത് വന്നു? പെട്ടെന്നൊരു ദുഃഖം വന്നു. എല്ലാവരും ദുഃഖിതരായി അല്ലെ. അച്ഛൻ ജീവിച്ചിരിക്കുമോ? അച്ഛനല്ലേ കൈപിടിച്ചു കൊടുക്കേണ്ടത്. അച്ഛൻ ഇല്ലെങ്കിൽ എങ്ങനെ കല്യാണം നടക്കും? ഇങ്ങനെ ആ സന്തോഷമായിരുന്നിടത്ത് എന്താ പറയാ, വളരെ പെട്ടെന്നാണ് ദുഃഖം വന്നത്. ആർക്കും ഇത് ഇഷ്ടമല്ല അല്ലെ. കാരണം ഇതൊന്നും നമ്മൾ നേരത്തെ എന്താണ്, ഗണപതിക്ക് തേങ്ങ അടിക്കും, നേരത്തെ സങ്കല്പിച്ച് വെക്കും അല്ലെ. എന്റെ ആ കർമ്മം നടക്കുന്നിടം വരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ ഭഗവാനെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എപ്പോഴും സുഖം വേണം. അപ്പൊ മലം എന്ന് പറഞ്ഞാല് ദുഃഖങ്ങൾ എന്നർത്ഥം. അപ്പൊ മനുഷ്യര് സദാ ആഗ്രഹങ്ങളുടെ പുറകെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനിച്ചാൽ തന്നെ എന്താണ്, ഉടനെ നല്ല വിദ്യാഭ്യാസം വേണം, വിവാഹം, കുട്ടികള്, ധനം അല്ലെ, രോഗമില്ലായ്മ. ഇതിനെയൊക്കെയാണ് നമ്മള് എന്താ പറയാ, സാധാരണ ഈശ്വര ഭജനം ചെയ്യുന്നതെല്ലാം, ഈശ്വരനെ വിളിക്കുന്നതെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെ. കാരണം നമ്മള് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കും, ഈശ്വര രക്ഷിക്കണേ, എപ്പോഴും കുട്ടികളെ രക്ഷിക്കണേ. നമ്മൾ 90 വയസ്സായാലും പറയും കുട്ടികളെ രക്ഷിക്കണേ. കുട്ടികളെ രക്ഷിക്കണേ എന്നുള്ളതാണ് നമ്മുടെ ഒരു പല്ലവി. അല്ല നമ്മളെ രക്ഷിക്കണേ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഞാനുണ്ടെങ്കിലേ കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ അല്ലെ. കുട്ടികൾക്ക് നല്ല വിവാഹം വരണേ, വിവാഹം കഴിഞ്ഞ് ഒരു സന്തോഷമായിട്ടിരിക്കണേ അല്ലെ. ധനം നഷ്ടപ്പെട്ടു പോകരുത്, എനിക്ക് രോഗങ്ങളൊന്നും വരുത്തരുത്. ഇതിനൊക്കെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഈ ദുഃഖങ്ങള്
എന്താണെന്ന് ആരും ചോദിക്കാറില്ല, അല്ലെ? ദുഃഖങ്ങള് എന്താണ് നിങ്ങൾക്കുള്ളത്, അത് നമ്മൾ ചോദിക്കാറില്ല. ഈശ്വരൻ അറിയാന്ന് പറഞ്ഞ് നമ്മൾ എല്ലാം ഈശ്വരനോട് പറയണം. മനസ്സമാധാനം, സന്തോഷം, ആരോഗ്യം, ഇതെല്ലാമാണ് പൂജകൾക്ക് പുറകിലെ കാമ്യകർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന പൂജകള്, വഴിപാടുകള്, അമ്പല ദർശനങ്ങൾ, ഇതെല്ലാം തന്നെ. പിന്നെ ഒരു 80 വയസ്സിന് ശേഷം ഇല്ലെങ്കിൽ 70 വയസ്സിന് ശേഷം ഇനിയിപ്പോ മരിക്കാറായി എന്ന് ഉറപ്പ് വരുമ്പോ കുറച്ച് തീർത്ഥയാത്രകളൊക്കെ ചെയ്തിട്ട് കുറച്ച് പുണ്യം സമ്പാദിച്ച് വയ്ക്കണം. കാരണം ഇതുവരെ സുഖമായിട്ട് ജീവിച്ചു, ഇല്ലേ? അതുവരെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോയി കുറച്ച് ദുഃഖങ്ങളൊക്കെ വന്നു, എന്നാലും ഞാൻ പിടിച്ചു നിന്നു, ഇപ്പൊ ജീവിക്കുന്നു. ഇനിയിപ്പോ എനിക്ക് കുറച്ച് പുണ്യം വേണം. പുണ്യമാകുന്ന ചിറകിൽ കയറി വേണം എനിക്ക് നിവർത്തി മാർഗത്തിൽ മേളിലേക്ക് പറന്നു പോകാനായിട്ട്. ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു, ഇല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ധാരണകള്. കാരണം ആ പുണ്യം കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈശ്വരനെ കാണാൻ ഗുരുവായൂര്, എന്താ പറയാ, ശബരിമല, മറ്റുള്ള ക്ഷേത്രങ്ങള്, അവിടെ കുറച്ച് വഴിപാടിനൊക്കെ പോവാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു ബാഗില് എനിക്ക് ആവശ്യത്തിന്, അതായത് ഊർധ്വലോകങ്ങളിലെ സ്വർഗസുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പുണ്യങ്ങൾ എനിക്ക് കിട്ടും. അത് വെച്ചിട്ട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാന് പുണ്യം അനുഭവിച്ച് മേളിലോട്ട് പോകും. അതിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഓരോന്നിനും തിരിച്ചു തിരിച്ചു വെച്ചിരിക്കുക. കാരണം നല്ല കാലത്ത് ജീവിച്ചിരുന്നപ്പോഴൊക്കെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ്, നമ്മുടെ എന്താ പറയുക, ശരീരത്തിനോട് ചേർന്ന വസ്തുക്കളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ വിളിച്ചു. ലാസ്റ്റിൽ ഈശ്വരനെ വിളിക്കുന്നത് എന്താ, ടിക്കറ്റ് ക്യാൻസൽ ആക്കാതെ എന്തായാലും എന്താ പറയാ ഉറപ്പായിട്ട് ഇവിടുന്ന് പോയേ പറ്റൂ. അപ്പൊ അതിനു വേണ്ടി ഇതാ ദൈവമേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കും. ഇതാ ഇത്രയും പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് എനിക്ക് തരൂ, ഞാൻ പൊക്കോളാം. അപ്പൊ ഈ മനസമാധാനം, സന്തോഷം, ആരോഗ്യം എല്ലാം പൂജകൾ ചെയ്ത് നമുക്ക് കിട്ടി. ആ സമയത്തൊക്കെ ഓരോന്ന് കടന്നു പോയി, ഇല്ലേ? എന്നാല് ഈ നിത്യാനന്ദ സുഖം എവിടെയാണ്? നമ്മൾ വിചാരിക്കണം മരണം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കൊരു സുഖമായിരിക്കുന്ന സ്ഥലത്തേക്ക്, എനിക്ക് നരകത്തിൽ പോണ്ട, എനിക്ക് സ്വർഗത്തിൽ തന്നെ പോകണം, ഇല്ലേ? അപ്പോ ഈ സുഖം എന്ന് പറയുന്നത് നമ്മൾ ഇനി ഫ്ലൈറ്റ് എടുത്ത് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോവേണ്ട ഒരു സ്ഥലമാണോ, അതോ സുഖം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? ഇതാണ് അടുത്ത ചോദ്യം, അല്ലെ? നമുക്ക് എവിടെയെങ്കിലും പോയിട്ടാണോ സുഖം കിട്ടുക, അതോ സുഖം എന്ന് പറയുന്ന ആ ചെറിയ പേടകം എന്റെ കയ്യിൽ തന്നെയാണ്, വന്നപ്പോഴേ ഉണ്ടോ? ഇതറിയണം. അപ്പൊ ഈ സ്ഥലം എന്താ എന്താ പറയണത്, അത് നമുക്ക് എവിടെയാണ് നമുക്ക് ആർക്കും അറിയില്ല. അത് ആ സാധനത്തെ അറിയാതെ നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ബാഹ്യ വസ്തുക്കളാണ്, അല്ലെ? അപ്പോ നമ്മള് എല്ലാ ഈ നമുക്ക് സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? TV വെച്ചിട്ട് എല്ലാ ചാനലും ഇങ്ങനെ മാറി മാറി നോക്കും, ഇല്ലേ? എല്ലാ ചാനലും നോക്കും. ഇവിടെ എന്ത് പ്രോഗ്രാം, ഇവിടെ എന്ത് പ്രോഗ്രാം. ചില ചാനലുകളിൽ ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് കാണും, അത് കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കും. വീണ്ടും ന്യൂസ് ചാനൽ മാറ്റും, സിനിമ മാറ്റും, എല്ലാ ചാനലും മാറ്റിയിട്ട് അവസാനം എല്ലാം ബോറടിച്ചിട്ട് ആ റിമോട്ട് അവിടെ വെച്ച് TV അടച്ചു വെക്കും. അപ്പൊ അതുപോലെ നമ്മൾ പല സ്ഥലങ്ങൾ കാണാനായിട്ട് പിക്നിക്കുകൾ സംഘടിപ്പിക്കും, അല്ലെ? പല പിക്നിക്കുകൾ പോകും. അവിടെ ചെന്നാൽ നമുക്ക് സന്തോഷം കിട്ടും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, കുറച്ച് സമയം അവിടെ ഇരിക്കുന്നു, തിരിച്ചു വരണു. അപ്പൊ സുഹൃത്തുക്കൾ പലയിടങ്ങളില് സമയം ചെലവഴിക്കണു, ഇല്ലേ? ചിലര് എന്താ പറയാ റേസുകൾക്ക്, ഹോഴ്സ് റേസ് അങ്ങനെയുള്ളതിന് കുറെ പണം മുടക്കി അതിനൊക്കെ പോകുന്നു, അവിടെയാണ് സന്തോഷം എന്ന് പറയണു. ചിലര് ക്ലബ്ബുകളിൽ പോണു, ചിലര് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണു, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി TV അത് പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് ചാനലുകൾ ഉണ്ടാക്കണു, അല്ലെ? ചിലര് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവനവന് എന്തൊക്കെയാണ് വഴികളെന്ന് തേടി അതിൽ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു. സുഖം കിട്ടിയോ എന്ന് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖം, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോണു, ഇല്ലേ? എനിക്ക് സുഖമൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചാ ചെയ്യുന്നത്, ഒന്നും കിട്ടിയിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങൾ ആരും ഇന്ന് വരെ അതിൽ നിന്ന് സന്തോഷം കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇനി ആത്മാവിനെ അറിയാനായിട്ട് ഒരു സ്പിരിച്വൽ പാത്ത് സ്വീകരിക്കണം. ഇങ്ങനെ ഒരു എന്താ പറയാ ചിന്തകള്, ആ ഒരു ചിന്ത നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ പറയാ വ്യസനിയായിട്ട് നമ്മൾ ഇരിക്കും. കാരണം ഈ സ്പിരിച്വൽ പാത്ത് എന്താണ്? ഇതിലാണോ ഇനി സുഖം കിട്ടാൻ പോകുന്നത്? ഈശ്വരൻ നമുക്ക് സാധനങ്ങളൊക്കെ തരാൻ വേണ്ടി, നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളല്ലേ. ഇനി അത് സ്വീകരിച്ചിട്ട് എനിക്ക് എന്ത് സുഖമാണ്? ഇനി ഞാൻ അതിന് കഷ്ടപ്പെടണ്ടേ, അല്ലേ? അപ്പം പണം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന തെറ്റിദ്ധരിക്കുകയാണ് നമ്മള്. പണം ഉണ്ടാക്കി സന്തോഷം ഇല്ലാന്ന് മനസ്സിലായി. അപ്പൊ ഇനി കുറച്ച് നമ്മളെ ആത്മീയമായിട്ട് തിരിഞ്ഞാൽ സുഖം കിട്ടുമോ എന്ന് നോക്കുകയാണ് അവിടെ. അപ്പൊ അവർക്ക് താൻ തേടുന്നത് സാധ്യം ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സാധനം, എന്ന ഉപായം. അപ്പൊ ഈ ഒരു മീൻസ് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് സ്പിരിച്വൽ പാത്തിൽ സുഖം കിട്ടും, ഈശ്വരനെ അറിഞ്ഞാൽ സുഖം കിട്ടും എന്ന് നമുക്ക് എവിടുന്നോ മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അത് സാധനം എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള ഒരു ഉപായം, മീൻസ് എന്താണെന്ന് അറിയില്ല. പലർക്കും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണ്. കാരണം എന്തൊക്കെയോ ഉണ്ടെന്നറിയാം. നമ്മൾ ആദ്യം എന്താണ്, അമ്പലങ്ങളിലൊക്കെ പോയി നോക്കുന്നു, അല്ലെ? സമ്യക്കായിട്ട് കറക്റ്റ് ആയിട്ട് അത് ആർക്കും എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല, അറിയില്ല.
അപ്പൊ ആർക്കും എന്താ പറയാ ഒരു ക്ലിയർ വിഷൻ ഇതിനെക്കുറിച്ചില്ല. എന്റെ ലക്ഷ്യം ഇതാണ്, ഇതാണ് എന്റെ വഴി എന്ന് അറിവില്ലാത്ത മനുഷ്യന് താൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ അഭീഷ്ട പദവി ജനിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് ലഭിക്കുന്നില്ല. അതാണ് സത്യം. കാരണം അവർക്ക് ആർക്കും സുഖാനുഭവം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് കിട്ടിയ ഒരു കാര്യത്തെ കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി മനുഷ്യന്റെ ലക്ഷ്യമായിരിക്കുന്ന ആ ഈശ്വര സാക്ഷാത്കാരം അടയാൻ വേദങ്ങളില് അല്ലെങ്കിൽ ഉപനിഷത്തുകൾ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? നമ്മൾ ആദ്യം അതാ പഠിക്കാൻ പോകുന്നത്. കാരണം വേദാന്തം വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണത്? ഇപ്പൊ ഈ കഠോപനിഷത്തിലെ മധ്യവല്ലി എന്ന് പറയും. അതായത് മനുഷ്യരെ ഒക്കെ തന്നെ ആ ഒരു ഉത്സാഹപ്പെടുത്തുന്ന ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഠോപനിഷത്ത്. കഠോപനിഷത്ത് നമുക്കറിയാം അല്ലെ? യമന്റെ അടുത്ത് നചികേതസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയുന്ന ഉത്തരങ്ങളാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനുഷ്യനെയൊക്കെ ഉത്സാഹപ്പെടുത്തുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം നിത്യസുഖം കിട്ടണമെങ്കിൽ ആദ്യത്തെ വഴി അതിനെയാണ് നമ്മൾ ത്രയീ എന്ന് പറയുന്ന വഴി. അത് വേദങ്ങളുടെ അന്തമായിരിക്കുന്ന വേദാന്തത്തെ അറിയൂ എന്ന് പറയുകയാണ്. കാരണം ഇതൊന്നും വലിയ വാക്കുകളാണെങ്കിലും അറിയുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് ഒരു മനുഷ്യന് അനുഷ്ഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാവും. അതിന്റെ സാരം അറിയണം. അപ്പൊ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ശാസിച്ച് പറയുന്ന, ഇത് ചെയ്തേ പറ്റൂ എങ്കിലേ നിനക്കത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ശാസ്ത്രം. സത്യം വദ, ധർമ്മം ചര, അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്താലേ നിനക്ക് അത് കിട്ടുള്ളൂ എന്ന് പറയുന്ന, അത് ശാസിച്ച് പറയുന്നതിനാണ് നമ്മൾ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ തന്റെ നിയമങ്ങളെല്ലാം വേദങ്ങളിലൂടെ പറഞ്ഞു തരണു. അപ്പൊ ഈ സൃഷ്ട പ്രപഞ്ചത്തിനായിട്ട് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് കൃപയോടെ പറഞ്ഞു തരുന്നത്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അപൗരുഷേയങ്ങളാണ്, ഇല്ലേ? ആരും പറഞ്ഞതല്ല, ഈശ്വരന്റെ വെളിപാടുകൾ എന്നാ പറയുന്നത് അതിന്. അപ്പൊ വേദത്തിന്റെ സംഗ്രഹമാണ് ഉപനിഷത്തുകളെല്ലാം തന്നെ. അപ്പൊ നല്ല ധർമ്മത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ള വിവേകികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? തത് വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ വിഷ്ണു ലോകം അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് ഒരു ലോകമാണോ അവർ പറഞ്ഞു തരുന്നത്? വിഷ്ണു ലോകം, വൈകുണ്ഠം എന്നും കൈലാസം എന്നും ഒക്കെ സ്ഥലങ്ങളുണ്ടോ? ഇപ്പൊ വിഷ്ണു ലോകം, തത് വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞാൽ വിഷ്ണു താമസിക്കുന്ന സ്ഥലത്ത് എത്തുന്നതാണ് എന്റെ പരമമായിരിക്കുന്ന പദം. ഇപ്പൊ വിഷ്ണു ലോകം, വൈകുണ്ഠം ഏത് ലോകമല്ല. കാരണം ഇവിടെ ആ ഒരു നമ്മൾ തുളസി ഈ വൈകുണ്ഠത്തിൽ ചെന്ന് ഇവിടെ കുറച്ച് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭഗവാനൊക്കെ ഗുരുവായൂർ പോവുക, കുറച്ച് തുളസിമാല കെട്ടിക്കൊടുക്കുക, കുറച്ച് പാൽപ്പായസം കൊടുക്കുക, ഇല്ല? ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മരണശേഷം അവിടെ പോകാം എന്നല്ല കഠോപനിഷത്ത് പറയുന്നത്. കഠോപനിഷത്ത് എന്താ പറയുന്നത്? തത് വിഷ്ണു പരമം പദം എന്ന് പറയുന്നത് വിഷ്ണു ആരാണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ വിഷ്ണു ആരാണ്? വിഷ്ണു എന്നാല് എല്ലായിടത്തും നിറഞ്ഞവൻ. കാരണം കാലം, വസ്തു, ദേശ പരിമിതികൾ ഇല്ലാതെ നിൽക്കുന്ന സദ്വസ്തു, ഇതിനെയാണ് നമ്മൾ വിഷ്ണു, വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ വിഷ്ണുവിനെ എന്ന് പറഞ്ഞ് കാണുന്ന വിഷ്ണുവിന്റെ ക്ഷേത്രം, അല്ലെ? എന്താ പറയാ, ചതുർബാഹുവായിരിക്കുന്ന, ഇല്ലെങ്കിൽ അനന്ത പത്മനാഭ സ്വാമിയായിട്ട് പള്ളി കൊണ്ട് കിടക്കുന്ന ഭഗവാനെയാണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത്. പക്ഷേ ശാസ്ത്രം, അതായത് ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരണു വിഷ്ണു എന്ന് പറഞ്ഞാൽ അതല്ല. വിഷ്ണു ഒരു രൂപത്തിലോ വിഗ്രഹത്തിലോ കാണാൻ പറ്റുന്നതല്ല. എന്താണ്? എല്ലായിടത്തും നിറഞ്ഞവൻ, വ്യാപിച്ചു നിൽക്കുന്നവൻ, കാല, വസ്തു, ദേശ പരിമിതികൾ ഇല്ലാത്തവൻ, സദ്വസ്തു. അപ്പോ സൗഖ്യ പദവി അത് മാത്രമാണെന്നാണ് പറഞ്ഞത്. തദ് വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെ അറിയുന്നതാണ് സൗഖ്യം, അല്ലെ? അത് തത് എന്നാൽ അത്, തത് വിഷ്ണു. തത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തത്വമസി മഹാവാക്യത്തിലെ ആദ്യത്തേതാണ് തത്ത്, അത്. അപ്പൊ സർവവ്യാപി വിഷ്ണു, എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇനിയുള്ള വാക്കുകൾ. കാരണം സർവവ്യാപിയായിരിക്കുന്ന വിഷ്ണു എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതാണ്, ഇല്ല? ഇപ്പൊ ഇല്ല എന്നർത്ഥമുണ്ടോ അതിന്? മരിച്ചതിന് ശേഷം ഇതുള്ളോ? ഇല്ല, ഇപ്പോഴുണ്ട്, അല്ലെ? വിഷ്ണു ഇപ്പോഴുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടുന്ന് കന്യാകുമാരി പോയാലും അമേരിക്കയിൽ പോയാലും എന്താ? ഭഗവാൻ ഉണ്ട്, വിഷ്ണു ഉണ്ട് എല്ലായിടത്തും. എല്ലാം ഇപ്പോഴും നിറഞ്ഞു എന്ന് പറഞ്ഞാല് ഇപ്പോഴുണ്ട്, എപ്പോഴും ഉള്ളത്, എല്ലായിടത്തും ഇരിക്കുന്നത് എന്നാണ് അർത്ഥം. അല്ല, നമ്മൾ അതിനെ പരിമിതപ്പെടുത്തി ക്ഷേത്രങ്ങളിൽ മാത്രം, വിഗ്രഹങ്ങളിൽ മാത്രം ആക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അജ്ഞാനമാണ്. അപ്പൊ സർവവ്യാപി വിഷ്ണു, എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നെന്ന് പറഞ്ഞാല് അതിന്റെ എന്താ പറയാ, അതിനെ നമ്മൾ അടയാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്താ? വിഷ്ണു പദം, തത് വിഷ്ണു പരമം പദം, ആ പദം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കണം വൈകുണ്ഠത്ത് പോകാനായിട്ട് ഇവിടെ കുറച്ച് കർമ്മങ്ങൾ ചെയ്യണം, വിഷ്ണു പൂജ ചെയ്യണം, വിഷ്ണു ഉപാസന ചെയ്യണം, എന്നിട്ട് ഞാൻ മരണത്തിന് ശേഷം വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് പോകാം
എന്ന് പറയുന്ന നമ്മള് ഇപ്പൊ നമ്മള് ശാസ്ത്രം നമ്മളോട് പറയണു വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലമൊന്നും ഇല്ല, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന. ഇപ്പോഴ് കാലം എന്ന് പറയുന്നതിനോ ദേശം സ്പേസ് എന്ന് പറയുന്നതിനോ സമയത്തിനോ ഒന്നും തന്നെ പരിമിതപ്പെടാത്ത, അതായത് ദേശകാല വസ്തു പരിമിതികൾ ഇല്ലാതെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ജനിക്കുന്ന കാലത്തിൽ ഒരു ചെറിയ കുമ്പളയാണ് അല്ലേ? എത്ര കാലം? 50 തൊട്ട് 100 വയസ്സ് വരെ നോക്കൂ. ജനിച്ച 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെ. അത് എത്ര കാലത്തിന്റെ പ്രവാഹത്തിൽ അത് ചെറിയ ഒരളവാണ്. ചെറിയ മാത്ര, കാഷ്ട, ലവം എന്നൊക്കെ പറയും പോലെ ആ ഒരു മണിക്കൂറുകൾ കൂടിച്ചേർന്ന് 24 മണിക്കൂർ കൂടിയ ദിവസങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു വർഷം, അങ്ങനെ 100 വർഷം ഒരു മനുഷ്യന്റെ ആയുസ് അല്ലേ? അപ്പൊ എല്ലായ്പ്പോഴും കാലത്തെ ഭേദിച്ചുകൊണ്ട്, കാലത്തെയും ദിക്കുകളെയും സമയത്തെയും ഒക്കെ അതിക്രമിച്ച് നിൽക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ എങ്ങനെയാണ് നമ്മൾ പരിമിതപ്പെടുത്തിയ ഒരു ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ ഇതാണ് വിഷ്ണു, ഇത് വിഷ്ണുവിന്റെ ലോകാണ്, വൈകുണ്ഠാണെന്ന് നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റും?